ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 15/11/2022 ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ആ ഗ്യാപ്പിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തിട്ട് താഴേക്ക് വന്നു. ഇത് ഇന്നത്തെ ന്യൂസാണ്. ഓക്കെ, ഇന്നത്തെ ന്യൂസായിരുന്നു. സംഭവങ്ങളൊക്കെ നൈസ് പ്ലേ ആയിരുന്നു. അത് അവിടെ മാറ്റി വെച്ചേക്കാം. അപ്പം നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. ഇന്നലെ നമ്മളുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തിട്ട് പിന്നീട് ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കത് ഹയർ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ഓക്കെ, ഈ മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തു. MB പ്ലസ് MB പ്ലസ് യെസ്. അപ്പം ഫുള്ള് വണ്ടിയാണല്ലോ. യെസ്, അപ്പം MB പ്ലസ്. അപ്പം അത് മെഡിക്കേറ്റ് ചെയ്തു. MB പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ MB എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ MB ഇൻസൈഡ് ലിക്വിഡിറ്റീസാണ് ഗ്രാബ് ചെയ്യുന്നത്. കാരണം ഈ ഉള്ളിലുള്ള FEG എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണല്ലോ. അപ്പോൾ ഈ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യുന്നതാണ് ഈ മെഡിക്കേഷൻ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പുറത്തുള്ള ഇതൊക്കെ വെളിയിലുള്ള ലിക്വിഡിറ്റീസാണ്. അതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം. സോ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് പോകുന്നത് ഓർഡർ ബ്ലോക്കും, അതിനുള്ളിലുള്ള ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യുന്നത് MB മെഡിക്കേഷൻ ബ്ലോക്കുമാണ്. ആ മെഡിക്കേഷൻ ബ്ലോക്കിലാണ് പിന്നീട് ബുള്ളിഷാണ് മെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കറക്റ്റ് നൈസ് മെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഏഷ്യയുടെ. അപ്പോൾ അത് താഴേക്ക് വന്നു. നമ്മൾ ബുള്ളിഷാണ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പം MBയിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഏഷ്യ MBയിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് നൈസ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വിത്ത് FEG തന്നു. ആ FEG മെഡിക്കേറ്റ് ചെയ്തു. നൈസ്. അപ്പം ഇവിടാണ് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നത്. ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ BMS ടു ടോപ്പ് 5 മിനിറ്റിൽ പോവാം. അവിടെ വല്ല ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തിട്ടുണ്ടോ? യെസ്, നമ്മുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ തന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഈ ലിക്വിഡിറ്റീസ് മെഡിക്കേറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ മെഡിക്കേഷനാണ്. ഓക്കെ, മെഡിക്കേറ്റ് ചെയ്തു. അത് പിന്നീട് മേളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ നേരത്തെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട് വിത്ത് FEG. ആ FEG മെഡിക്കേറ്റ് ചെയ്തു. നമ്മുടെ എന്താണ് SL വരുവാണെങ്കിൽ സ്വിങ്ങിന് താഴെ വരും. അപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, BMS മേളിലേക്ക് വന്നു. ഇവിടാണ് നമ്മളുടെ അടുത്ത BMS വന്നത്. സോ ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. നമ്മൾ ലിക്വിഡിറ്റീസ് നിങ്ങളിവിടെ നോക്കി കാണാം. ജസ്റ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട് വിത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണോ? യെസ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ടു ദി അപ്പ് സൈഡ് വിത്ത് FEG ഉണ്ടോ? യെസ്, FEG ഉണ്ട്. സോ ഫുള്ള് വണ്ടിയാണ്. അപ്പം FEG അപ്പം FEG ഫോം ചെയ്ത അവിടെയാണ് ലണ്ടനിനകത്തൊരു എൻട്രി ഉള്ളത്. അവിടെ ഉണ്ടായിരുന്നു. നൈസ് ആയിരുന്നു 5 മിനിറ്റിൽ. സോ പിന്നീട് ലണ്ടൻ നേരെ ഹൈയിലേക്ക് ഷോട്ട് ചെയ്ത് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കൺസോൾട്ടേഷൻ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു നൈസ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ന്യൂസോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇതാണ്, മേളിലേക്ക് പോയി. നമ്മൾ പിന്നീട് പ്രൈസ് മെല്ലെ മെഡിക്കേറ്റ് ചെയ്ത് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മെഡിക്കേഷൻ, വീണ്ടും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മേളിലേക്ക്. ഇതും ന്യൂസ് ആയിരുന്നു. സോ മേളിലേക്ക് പോയി. നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ 4 ഹവറിലാന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. യെസ്, 4 ഹവറിലല്ല, ഡെയിലിയിലല്ല, വീക്ക്ലിയിൽ. ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ഈ ഒരു പ്രൈസിനെ മെഡിക്കേറ്റ് ചെയ്ത ബ്ലോക്കാണത്. അത് നമുക്ക് മെഡിക്കേഷൻ ബ്ലോക്കാണത്. നമ്മുടെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തത്, ആ FEG ഫോം ചെയ്തത് ഗ്രാബ് ചെയ്തതായിരുന്നു ഇത്. സോ അത് മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കറക്റ്റ്. സോ അത് മെഡിക്കേറ്റ് ചെയ്തു. നല്ലപോലെ പ്രൈസ് റിജക്റ്റ് ചെയ്തു അവിടുന്ന്. സോ നമ്മൾ ഫുള്ള് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. BMS ബൈ സൈഡ് ലിക്വിഡിറ്റി
ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഫുള്ള് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞപ്പം ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞപ്പം 5 മിനിറ്റ് ഒരു FEG ഉണ്ടായിരുന്നു. ഓക്കെ, FEG അത് ഭയങ്കര എക്സ്ട്രീമാണ്, അത് ഞാൻ എടുത്തിട്ടില്ല, അത് എടുത്തപ്പോൾ ഞാനില്ല. അപ്പം നമ്മുടെ ആ ഒരു 5 മിനിറ്റ് FEG മെഡിക്കേറ്റ് ചെയ്തു, താഴേക്ക് ഇറങ്ങി. പിന്നീട് 3 മിനിറ്റ് നോക്കിയപ്പം 3 മിനിറ്റും ഒരു FEG ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി എവിടാണ്, നമ്മൾ ഓൾറെഡി 50% എത്തി. അപ്പോഴേ നമുക്ക് ഡിസ്കൗണ്ടിലെത്തിക്കഴിഞ്ഞും അപ്പം ഡിസ്കൗണ്ടിലെത്തിക്കഴിഞ്ഞും പ്രൈസ് ഈ FEGയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. നമ്മുടെ 1 മിനിറ്റ് പോയിട്ട് ഞാൻ അവിടെ മെഡിക്കേഷൻ നോക്കിയായിരുന്നു. ഇവിടാണ് നമ്മുടെ 3 മിനിറ്റ് FEG നമ്മൾ സംതിങ് ലൈക്ക് ദാറ്റ്. യെസ്, അപ്പം ജസ്റ്റ് ഇവിടെ FEG ഉണ്ട്. ഓക്കെ, അത് വരയ്ക്കുക, നമ്മുടെ മാഗ്നറ്റ് ഓൺ ആയി കിടക്കുകയാണ്. സോ FEG നിങ്ങൾ കണ്ടു കാണുമല്ലോ, വേണം ഒന്നുകൂടെ കാണിക്കാം. അപ്പം ഇവിടെ ഒരു FEG ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോ ഞാൻ ആ FEG വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 മിനിറ്റിൽ പോയിട്ട് നമുക്ക് വീണ്ടും താഴേക്ക് തന്നെയാണോ പുഷ് എന്ന് നോക്കി ഞാൻ. സോ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. നമ്മുടെ ഇന്നത്തെയാണ് ദിവസം, ഇന്ന് ചൊവ്വാഴ്ചയാണ്, നമ്മൾ റിവേഴ്സിൽ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഇതൊക്കെ. സോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈസ് ആദ്യം ഒരു മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തു, MB-. പിന്നീട് വീണ്ടും പ്രൈസ് മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു FEG ഫോം ചെയ്തപ്പോഴാണ്, ഈ BMS വെച്ച് ഈ FEG ഫോം ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നത്. എനിക്ക് ഒന്നാമത് അറിയാം, ഞാൻ റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. ഈ 1:3 ഞാൻ 4 വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ ലോസ് കവർ ചെയ്യാൻ വേണ്ടി. 1:4 വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞും വീണ്ടും റിയാക്ഷനുകളുണ്ടായിരുന്നു. 1 മിനിറ്റ് FEG ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, അത് ഡിലീറ്റ് ചെയ്യാം. സോ 1 മിനിറ്റ് FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ FEG പിന്നീട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വിത്ത് FEG അത് മിറ്റിഗേറ്റ് ചെയ്തു, താഴേക്ക് ഇറങ്ങി വീണ്ടും FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. FEG നമുക്ക് കുറേ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു. സോ ഞാനിവിടെയാണ് എൻട്രി എടുത്തത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിൽ വെച്ച് താഴേക്ക് ബ്രേക്ക് വന്നു, നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു താഴേക്ക്. സോ ഇവിടെ ഇപ്പോൾ ഒരു 4 hour FEG ഉണ്ട്, ആ FEGയിൽ മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാളെ ഏഷ്യ ഇങ്ങനെ പ്ലേ ചെയ്ത് ബൈ സൈഡ് ലിക്വിഡിറ്റീസൊക്കെ വീണ്ടും ഒന്നുകൂടെ ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചേഴ്സ് വീണ്ടും തരാനുള്ള സാധ്യതയാണ്. സോ നമുക്കിനിയും സെൽ മോഡൽ പ്ലേ ചെയ്യണം, അതാണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളായിരുന്നു. സോ അപ്പം ഇതാണ് FEG എന്ന് പറയുന്ന കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ പേർക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. സോ ഇതാണ് FEG. ഒരു FEG ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എളുപ്പം, ഇത് FEG ആണ്. സോ FEG എന്ന് പറയുന്ന ഒരു ഒറ്റ ക്യാൻഡിലേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഇപ്പുറവും ക്യാൻഡിലുകൾ മേളിലായിരിക്കും, അതിൻ്റെ വിക്കുകൾ പോലും കാണില്ല. സോ അതാണ് FEG എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അപ്പം ഇനി എക്സ്പെക്റ്റേഷൻ ഫുള്ള് താഴേക്കാണ്. ഇവിടെ നമ്മുടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വലിയൊരു ഡെയിലി FEG താഴെയുണ്ട്. സോ അവിടേക്കൊക്കെ നമുക്ക് താഴേക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് ഉണ്ട്, മെഡിക്കേറ്റ് ചെയ്തത്. സോ ഇവിടുന്ന് നമുക്ക് റിയാക്ഷൻ മേളിലേക്ക് നോക്കാം, അഥവാ താഴേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളുടെ പ്രൈസ് ആക്ഷൻ. See you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking pictures.